നമസ്കാരം, ഇനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. പൂരം കലക്കൽ അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചുവെന്ന് വി.ഡി. സതീശൻ. പാലക്കാട് കോൺഗ്രസിലെ കത്ത് വിവാദത്തിൽ പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. കുന്നംകുളത്ത് മൊബൈൽ ഷോപ്പ് ജീവനക്കാർക്ക് നേരെ ഗുണ്ട ആക്രമണം. പൂരം കലക്കിയിട്ടില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം തള്ളി ബിനോയ് വിശ്വം. തന്നെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ച് ദേശീയ നേതൃത്വത്തിന് അയച്ച കത്ത് പുറത്തായ സംഭവത്തിൽ പ്രതികരിച്ച് കെ മുരളീധരൻ. പൂരം കലക്കൽ സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും പൊതുഅഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മന്ത്രി കെ രാജൻ. വാർത്തകൾ വിശദമായി. പൂരം കലക്കൽ അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചുവെന്ന് വി.ഡി. സതീശൻ. പൂരം കലക്കൽ അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സുരേഷ് ഗോപിയെ രക്ഷകന്റെ വേഷം കെട്ടിച്ച് മുഖ്യമന്ത്രിയുടെ അറിവോടെ പൂരം കലക്കിയെന്നും സതീശൻ വ്യക്തമാക്കി. പൂരം കലക്കലിലെ അന്വേഷണം ഫലപ്രദമല്ല. മുഖ്യമന്ത്രി RSSനെ സന്തോഷിപ്പിക്കുന്നു. വെടിക്കെട്ട് മാത്രമല്ല, പല ചടങ്ങുകളും വൈകിപ്പിച്ചുവെന്നും സതീശൻ പറഞ്ഞു. കേസെടുത്താൽ മുഖ്യമന്ത്രി ഒന്നാം പ്രതിയാണ്. പൂരം കലക്കിയതായാണ് CPI പോലും പറഞ്ഞു. LDFന്റെ മുന്നണികളിൽ ഭിന്നതയുണ്ട്. കോൺഗ്രസിൽ ഒരു കുഴപ്പവുമില്ല. ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് CPIM ഭൂരിപക്ഷ പ്രീണനം നടത്തുകയാണെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. അവസരവാദ രാഷ്ട്രീയമാണ് CPIM സ്ഥിരമായി പയറ്റുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. പക്ഷേ അത് കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ നയം മാറ്റുകയാണ്. CPIMനെ പിന്തുണച്ചപ്പോൾ ജമാഅത്ത് ഇസ്ലാമി നല്ലവരായിരുന്നു. വോട്ട് കിട്ടില്ല എന്നായപ്പോൾ അവർ കുഴപ്പക്കാരായി. മദനിക്ക് വേണ്ടി വേദിയിൽ കാത്തിരുന്നയാളാണ് പിണറായി വിജയൻ. ഇപ്പോൾ ഭൂരിപക്ഷ വോട്ട് ലക്ഷ്യമിച്ച് എല്ലാം തിരുത്തുകയാണ്. പിണറായിക്ക് പറയാനുള്ളത് ജയരാജനെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു. പൂരം കലക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അന്വേഷണം പ്രഖ്യാപിച്ചതെന്ന് അദ്ദേഹം ചോദിച്ചു. തൃശൂരിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ തന്നെ പറഞ്ഞത് പൂരം കലക്കിയെന്നാണ്. MR അജിത് കുമാറാണ് അതിന് നേതൃത്വം നൽകിയത്. 4 തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് പൂരം കലക്കിയിട്ടില്ലെന്ന് അതിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി പറയുന്നത് അന്വേഷണത്തെ സ്വാധീനിക്കും. മുഖ്യമന്ത്രി പറഞ്ഞതിന് എതിരായി ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് കൊടുക്കാനാവില്ലെന്നും സതീശൻ പറഞ്ഞു. പാലക്കാട് കോൺഗ്രസിലെ കത്ത് വിവാദത്തിൽ പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് കോൺഗ്രസിലെ കത്ത് വിവാദത്തിൽ പ്രതികരണവുമായി UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. കത്ത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും പിന്നിൽ CPIM BJP നെക്സസ് ആണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. കത്തിലെ കേന്ദ്ര കഥാപാത്രമായ കെ മുരളീധരൻ തന്നെ കത്തിനെ കീറിയെറിഞ്ഞുവെന്ന് രാഹുൽ പറഞ്ഞു. എന്താണ് കത്തിലെ പ്രത്യേകമായ വാർത്ത? തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് മുരളീധരനാണ് നല്ല സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. അതിൽ ആർക്കാണ് വിയോജിപ്പുള്ളത്? മുരളീധരൻ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ഏറ്റവും പര്യാപ്തനായ സ്ഥാനാർത്ഥിയാണ്. ഞങ്ങളുടെ ടോൾ ഫിഗറാണ് കെ മുരളീധരൻ, അദ്ദേഹം വ്യക്തമാക്കി. കെ മുരളീധരൻ പാലക്കാട് പ്രചാരണത്തിനെത്തുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി. കോൺഗ്രസിലെ ചെറിയ പ്രശ്നങ്ങൾ ഊതിപ്പെരുപ്പിക്കുന്നത് CPIMും BJPയും തമ്മിൽ നെക്സസ് ഉള്ളതുകൊണ്ടാണെന്നും രാഹുൽ പറഞ്ഞു. ഇന്നലെ ചർച്ചയാക്കപ്പെടേണ്ടിയിരുന്ന 2 കത്തുകളുണ്ട്. ഒന്ന് RSSന്റെ പിന്തുണ CPIM ആവശ്യപ്പെടുന്ന കത്ത്, 2 PP ദിവ്യയുമായി ബന്ധപ്പെട്ട കത്ത്. ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ഇങ്ങനെയൊരു കത്ത് കൊണ്ടുവന്നത്, രാഹുൽ ആരോപിച്ചു. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലീഡ് വാർത്ത വരുന്ന ദിവസമെല്ലാം ഇവർ വാർത്താ തിരിക്കുമെന്നും രാഹുൽ പറയുന്നു. കുന്നംകുളത്ത് മൊബൈൽ ഷോപ്പ് ജീവനക്കാർക്ക് നേരെ ഗുണ്ട ആക്രമണം. കുന്നംകുളത്ത് മൊബൈൽ ഷോപ്പ് ജീവനക്കാർക്ക് നേരെ ഗുണ്ട ആക്രമണം. കുന്നംകുളം ഫിഷ് മാർക്കറ്റ് റോഡിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഷോപ്പ് ജീവനക്കാർക്ക് നേരെ ശനിയാഴ്ച രാത്രി 9:30യോടെയാണ് ആക്രമണമുണ്ടായത്. 15ഓളം വരുന്ന ഗുണ്ടാ സംഘം കടയിലെത്തി ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ പോർക്കുളം സ്വദേശി ബ്രില്ലോ, കല്ലഴി സ്വദേശി ഷാരൂഖ്, പോർക്കുളം സ്വദേശി സിജോ എന്നിവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മൊബൈൽ കടയിലെ ജീവനക്കാരനായ യുവാവും ഗുണ്ടകളിൽ ഒരാളും തമ്മിൽ കുറച്ചു നാളുകൾക്ക് മുമ്പ് ബാറിൽ വെച്ച് തർക്കമുണ്ടായിരുന്നു.
അന്ന് ഗുണ്ട യുവാവിന് നേരെ കത്തിവീശുകയും ബാർ ജീവനക്കാർ ഇടപെട്ട് അയാളെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പ്രതികാര നടപടിയെന്ന രീതിയിലാണ് ആക്രമണം നടന്നതെന്ന് കരുതപ്പെടുന്നു. പൂരം കലക്കിയിട്ടില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം തള്ളി ബിനോയ് വിശ്വം. പൂരം കലക്കിയിട്ടില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പൂരം നടക്കേണ്ട പോലെ നടന്നിട്ടില്ലെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കലക്കിയതിന് പിന്നിലെ സത്യങ്ങൾ പുറത്തുവരണമെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. ഒരിടവേള. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി. അമ്മിമോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്, വാട്ട് ഈസ് സർപ്രൈസ്. ഹലോ. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്കൊരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഓറെക്സ് ബിൽഡേഴ്സ്. Oryx, the builders of trustworthy home spaces. Oryx Builders Private Limited, adorning lives. വാർത്തകൾ തുടരുന്നു. തന്നെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ച് ദേശീയ നേതൃത്വത്തിന് അയച്ച കത്ത് പുറത്തായ സംഭവത്തിൽ പ്രതികരിച്ച് കെ മുരളീധരൻ. പാലക്കാട്ടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ച് DCC പ്രസിഡന്റ് A തങ്കപ്പൻ ദേശീയ നേതൃത്വത്തിന് അയച്ച കത്ത് പുറത്തായ സംഭവത്തിൽ പ്രതികരിച്ച് കെ മുരളീധരൻ. DCC ഈ കാര്യം മുൻപ് സൂചിപ്പിച്ചിരുന്നതായും എന്നാൽ തൃശൂരിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ ഇനി മത്സരിക്കില്ല എന്ന് താൻ പറഞ്ഞതാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ച പേര് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതനുസരിച്ചാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് ഫൈനലാണ്. എങ്ങനെ ഈ കത്ത് പുറത്തു വന്നു എന്നറിയില്ല. കത്തിനെ കുറിച്ച് ഇനി ചർച്ച വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി പ്രവർത്തകരെ നിരാശരാക്കുന്ന ഒരു നടപടിക്കും താനില്ല. കത്ത് എങ്ങനെ പുറത്തായി എന്ന കാര്യവും തനിക്കറിയില്ല. ഇപ്പോൾ നടക്കുന്നത് അനാവശ്യ ചർച്ചയാണ്. കത്ത് പുറത്തു വന്നത് കൊണ്ട് പാലക്കാട് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും പാലക്കാട് UDFന്റെ വിജയം ഉറപ്പാണെന്നും മുരളീധരൻ പറഞ്ഞു. വയനാട്ടിൽ എന്റെ സാന്നിധ്യം ആവശ്യമില്ലെന്നും വയനാട് ഞങ്ങളുടെ ദേശീയ നേതാവാണ് മത്സരിക്കുന്നത്, അതുകൊണ്ട് മാറി നിൽക്കാൻ കഴിയില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി. ആര് തടഞ്ഞാലും വയനാട് പോകുമെന്നും പാലക്കാട് പോകുന്നതിനെ കുറിച്ച് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പൂരം കലക്കൽ സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും പൊതുഅഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മന്ത്രി കെ രാജൻ. പൂരം കലക്കലിൽ സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഒരു പുതിയ അഭിപ്രായം പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ വൈരുദ്ധ്യമില്ലെന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞതും ഇന്നലെ പറഞ്ഞതും ഒന്നു തന്നെയാണെന്നും മന്ത്രി വ്യക്തമാക്കി. വെടിക്കെട്ട് അല്പം വൈകിയതിനാണോ തൃശൂർ പൂരം കലക്കി എന്ന് പ്രചരിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. ഇതിനോടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ റിപ്പോർട്ട് തന്റെ മുന്നിലേക്ക് വന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മുന്നിലേക്കാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. പ്രിൻസിപ്പൽ സെക്രട്ടറി പരിശോധിച്ച് നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർത്ത് മന്ത്രിയുടെ മുന്നിലേക്ക് എത്തിക്കും. റവന്യൂ വകുപ്പ് അന്വേഷിക്കുന്നത് ക്രൈം അല്ല. റവന്യൂ വകുപ്പിനെ ക്രൈം അന്വേഷിക്കാൻ കഴിയില്ല. അന്വേഷണങ്ങൾ നടക്കുന്നതിനാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം പറയേണ്ടതില്ല. ഒരാളെയും പ്രത്യേകമായി സർക്കാർ സംരക്ഷിക്കില്ല. കൃത്യമായ അന്വേഷണമാണ് നടക്കുന്നത്. അന്വേഷണം ഇപ്പോൾ ശരിയായ ദിശയിലാണെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ PP ദിവ്യ ഹാജരാക്കാത്തതിനെ കുറിച്ചുള്ള ചോദ്യത്തോട് മന്ത്രി പ്രതികരിച്ചില്ല. അന്വേഷണം വഴിതെറ്റിയതായി തോന്നുന്നില്ലെന്നും ഇപ്പോൾ വിവാദങ്ങളിലേക്ക് പോകുന്നില്ലെന്നും പറഞ്ഞ കെ രാജൻ സർക്കാർ ഏതെങ്കിലും വിധത്തിൽ ഒരാൾക്ക് കവചമൊരുക്കുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു. വയനാട്ടിൽ വേണ്ടത് സ്പെഷ്യൽ പാക്കേജാണ്. വയനാട് ദുരന്തത്തെ ഏത് വിഭാഗത്തിലാണ് പെടുത്തുന്നതെന്നും പറയാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ലെന്നും മന്ത്രി ആരോപിച്ചു. പഴയകാലത്തെ കത്തുകൾ എടുത്തുകൊണ്ടുവന്ന് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തേണ്ടെന്ന് രമേശ് ചെന്നിത്തല. പഴയകാലത്തെ കത്തുകൾ എടുത്തുകൊണ്ടുവന്ന് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താമെന്നൊന്നും ആരും കരുതേണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. UDFും കോൺഗ്രസും ഒറ്റക്കെട്ടായി പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും പ്രവർത്തിക്കുകയാണ്. ഈ 3 സീറ്റും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് വിശ്വാസം. കത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് തനിക്കറിയില്ല. കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റൊന്നുമില്ല. സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് DCC കൊടുത്ത കത്ത് എന്നാണ് താൻ കരുതുന്നത്. സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. പിന്നെ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സ്ഥാനമില്ല. കെ മുരളീധരൻ പ്രചാരണ രംഗത്തുണ്ടാകും. UDF ഒറ്റക്കെട്ടായാണ് പോരാടുന്നത്. കാലാകാലങ്ങളായി വർഗീയതയെ താലോലിക്കുന്ന സമീപനമാണ് CPMന്റേതെന്ന് P ജയരാജന്റെ പുസ്തകത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ചെന്നിത്തല മറുപടി പറഞ്ഞു. ഓരോ തിരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും മാറി മാറി താലോലിക്കുകയാണ്.
പൊന്നാനിയിൽ മാദനിക്ക് വേണ്ടി പിണറായി വിജയൻ 1.5 മണിക്കൂർ കാത്തിരുന്നത് ജനങ്ങൾ മറന്നിട്ടില്ല. ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പിൽ മാദനിയെ പറ്റി EMS പറഞ്ഞത് എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. PP ദിവ്യയെ അറസ്റ്റ് ചെയ്യാത്തത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. അന്വേഷണം തൃപ്തികരമായി മുന്നോട്ടു പോകുന്നുവെന്ന് താൻ കരുതുന്നില്ല. സർക്കാർ ദിവ്യയെ സംരക്ഷിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഒരിടവേള. അർഹതയുള്ളവർക്ക് അംഗീകാരം. എനി ടൈം ന്യൂസും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലും ചേർന്നൊരുക്കുന്ന മാൻ ഓഫ് ദി ഇയർ 2024 പുരസ്കാരം. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കാണ് പുരസ്കാരം ലഭിക്കുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കും. ഡിസംബറിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോ ഇമെയിൽ ഐഡിയിലോ നിങ്ങളുടെ ബയോഡേറ്റയും വിവരങ്ങളും അറിയിക്കും. ബയോഡേറ്റകൾ അയക്കേണ്ട അവസാന തീയതി 15/11/2024. വാർത്തകൾ തുടരുന്നു. കെ സുധാകരനെ വിമർശിച്ച് മുഹമ്മദ് റിയാസ്. KPCC പ്രസിഡന്റ് കെ സുധാകരനെ വിമർശിച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഫിനിഷ് ചെയ്യാനുള്ള BJPയുടെ ട്രോജൻ കുതിരയാണ് കെ സുധാകരൻ. കോൺഗ്രസിൽ നിന്നുകൊണ്ട് സുധാകരൻ BJPക്ക് വേണ്ടി പണിയെടുക്കുകയാണ്. ഇടതുപക്ഷത്തേക്ക് പോകുന്നവരോട് മാത്രമാണ് സുധാകരന് അലർജി. BJPയിലേക്ക് പോകുന്നവരോട് സുധാകരൻ മുഖം ചുളിക്കുന്നത് പോലുമില്ലെന്ന് മന്ത്രി പറഞ്ഞു. കെ സുധാകരൻ അന്ന് പാലക്കാട് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയവരെ പ്രാണി എന്നാണ് പരാമർശിച്ചത്. അന്നേ ഞങ്ങൾ പറഞ്ഞിരുന്നു പ്രാണികളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടാകുമെന്ന്. ഇപ്പോ പ്രാണികളെ കൊല്ലാൻ നടക്കുകയാണ് സുധാകരൻ. യഥാർത്ഥത്തിൽ BJPയിലേക്ക് ഒരുപാട് കോൺഗ്രസുകാർ പോയിട്ടുണ്ട്. ആർക്കെങ്കിലും എതിരെ പ്രസംഗിക്കുക പോയിട്ട് ഒന്ന് മുഖം കറുപ്പിക്കുക പോലും ചെയ്തിട്ടില്ല ശ്രീ സുധാകരൻ എന്നും മന്ത്രി പറഞ്ഞു. ഷാഫി പറമ്പലിനും VD സതീശനും ചേർന്നുണ്ടാക്കിയിട്ടുള്ള പ്രത്യേക പാക്കേജാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം. NV ഗോവിന്ദൻ. ഷാഫി പറമ്പിൽ MPയും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യേക പാക്കേജായാണ് പാലക്കാട് സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാലക്കാട്ടെ കത്ത് വിവാദത്തിലാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. കോൺഗ്രസിനകത്ത് ശക്തമായ രീതിയിൽ വിവാദം നിലനിൽക്കുകയാണ്. ഇടതുമുന്നണിക്ക് അനുകൂലമായ സാഹചര്യം ഒരുങ്ങാൻ ഇത് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ശശി തരൂരും വെള്ളാപ്പള്ളി നടേശനും സരിൻ മിടുമിടുക്കനായ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സരിൻ നിൽക്കുമ്പോൾ വലിയൊരു വിജയ സാധ്യത കാണുന്നുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ലീഗ് വർഗീയ ശക്തികളുമായി ചേരുകയാണ്. ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന തീവ്രവാദ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന SDPIയും ചേർന്ന് പ്രവർത്തിക്കുകയാണ് മുസ്ലിം ലീഗ്. അത് ന്യൂനപക്ഷ സംരക്ഷണത്തിൽ നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾക്കുള്ള വെല്ലുവിളിയാണെന്നും ഇത് വളരെ ഉത്കണ്ഠയുണ്ടാക്കുന്ന പ്രശ്നമാണെന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചതെന്നും വ്യക്തമാക്കിയ ഗോവിന്ദൻ പാർട്ടിക്കും അതേ നിലപാട് തന്നെയാണെന്നും കൂട്ടിച്ചേർത്തു. കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം തന്നെ ഏകകണ്ഠമായ രീതിയിൽ K മുരളീധരനെയാണ് മത്സരിപ്പിക്കേണ്ടതെന്ന അഭിപ്രായം രേഖപ്പെടുത്തി എന്ന കാര്യം കൃത്യമായി പുറത്തു വന്നിരിക്കുകയാണ്. അത് പരിഗണിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിൽ 2 പേരാണ്. ഒന്ന് VD സതീശൻ, മറ്റൊന്ന് ഷാഫി പറമ്പിൽ. കോൺഗ്രസിനകത്ത് ശക്തമായ രീതിയിൽ വിവാദം നിലനിൽക്കുകയാണ്. ഇടതുപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ ശക്തമായി അവിടെ നിൽക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. തൃശൂർ ആസ്ഥാനമായി ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ആസ്ഥാനമായി ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. B ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഹൃദയം അത്തിക്കൊമ്പിൽ സൂക്ഷിക്കണമെന്ന് നമ്മൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കണമെന്ന് B ബാലചന്ദ്രൻ MLA പറഞ്ഞു. പൂർണ്ണമായും മുന്നിലേക്കും ചരിത്രത്തിലേക്കും മനസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ ഈ അപഗ്രഥന രീതിയെ നമുക്ക് നിശ്ചയമായി നോക്കിക്കാണാനായി സാധിക്കും. എന്നുവെച്ചാൽ സമൂഹ ശാസ്ത്രം എന്നുള്ളതിന് ഒരു മാർക്സിയൻ ടെർമിനോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ തുടങ്ങിയ കൂടുതൽ വസ്തുനിഷ്ഠമായ വിശകലന സമ്പ്രദായത്തിലേക്ക് വരാൻ കഴിയും. കവി എഴുതിയത് പോലെ മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു മനുഷ്യൻ കാണാത്ത മേഖലയിലെല്ലാം. ഡോക്ടർ NR ഗ്രാമപ്രകാശ് അധ്യക്ഷത വഹിച്ചു. തൃശ്ശൂർ ആസ്ഥാനമാക്കി ഒരു പുതിയ കൗൺസിലിംഗ് സെൻറ്റർ തുടങ്ങിയിരിക്കുകയാണ്. കൗൺസിലിംഗ് സെൻറ്റേഴ്സിന് നമ്മുടെ നാട്ടിൽ കുറവില്ല. എന്നാൽ ഹോപ്പ് എന്ന
പേരിൽ തുടങ്ങിയിട്ടുള്ള ഈ കൗൺസിലിംഗ് സെൻറ്റർ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ളൊരു സാമൂഹ്യ സേവനം നിർവഹിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ പുറമേക്ക് വളരെ ആരോഗ്യമുള്ള ആളുകളായിട്ട് തോന്നുമെങ്കിലും, പുറമേക്ക് ആരോഗ്യമുള്ള സമൂഹമായിട്ട് തോന്നുമെങ്കിലും മാനസികമായിട്ട് വളരെ ദുർബലമാണ് നമ്മുടെ സമൂഹം. രോഗാതുരത നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മാനസികമായി വളരെയേറെ ചികിത്സ ആവശ്യമുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതേസമയം വൻതോതിൽ ചൂഷണം നടക്കുന്ന ഒരു രംഗവും ഈ മനഃശാസ്ത്ര ചികിത്സാ രംഗമാണ്. അപ്പോൾ അതിനെല്ലാം നിവൃത്തി എന്ന രീതിയിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയ ഒരു ചികിത്സാ കേന്ദ്രം, മാനസിക ചികിത്സാ കേന്ദ്രം തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഈ കൗൺസിലിംഗ് സെൻറ്റർ തുടങ്ങുന്നത്. എല്ലാവരുടെയും പിന്തുണ ഈ കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് മേഴ്സി ആന്റണി MSM ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ കീഴിൽ വരുന്ന മറ്റൊരു പൊൻതൂവൽ കൂടിയാണ് ഹോപ്പ് കൗൺസിലിംഗ് സെൻറ്റർ. നമ്മളൊരു ഫിനാൻസ് കമ്പനിയുടെ ചേർന്ന് വരുന്ന ഒരു സ്ഥാപനമാണ് ഹോപ്പ് കൗൺസിലിംഗ് സെൻറ്ററിലൂടെ. ഇവിടെ നമ്മൾ മെയിനായി നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കൗൺസിലിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക്, അതായത് സൈക്കോളജിസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഒരു ട്രെയിനിങ് സെൻറ്റർ കൂടിയാണ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സമൂഹത്തിന് ഉതകുന്ന രീതിയിലുള്ള പല സഹായങ്ങളും പല വ്യക്തികളിലേക്കും ചെയ്യാൻ നമ്മൾ സന്നദ്ധരാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ, സ്പെഷ്യലി LD സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ, ഫാമിലി കൗൺസിലിംഗ്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ്, അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം നമ്മളിവിടെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത് നമ്മുടെ നാടിന് തന്നെ നല്ല രീതിയിൽ ഉതകുന്ന രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ആർ ജയരാജൻ, മുകേഷ് ലാൽ, അഡ്വക്കേറ്റ് AD ബെന്നി, ഡോക്ടർ P സജീവ് കുമാർ, ഡോക്ടർ KR രാജൻ, VP ചന്ദ്രൻ, സെയ്ദ് അബ്ദുൾ റഫ്ഫ തങ്ങൾ എന്നിവർ സംസാരിച്ചു. തൃശൂർ ഷൊർണൂർ റോഡിൽ സരോജ നഴ്സിംഗ് ഹോസ്പിറ്റലിന് എതിർവശത്തുള്ള SN ടവറിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പൂരം കലക്കൽ അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചുവെന്ന് VD സതീശൻ. പാലക്കാട് കോൺഗ്രസിലെ കത്ത് വിവാദത്തിൽ പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. കുന്നംകുളത്ത് മൊബൈൽ ഷോപ്പ് ജീവനക്കാർക്ക് നേരെ ഗുണ്ട ആക്രമണം. പൂരം കലക്കിയിട്ടില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം തള്ളി ബിനോയ് വിശ്വം. തന്നെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ച് ദേശീയ നേതൃത്വത്തിന് അയച്ച കത്ത് പുറത്തായ സംഭവത്തിൽ പ്രതികരിച്ച് K മുരളീധരൻ. പൂരം കലക്കൽ സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും പൊതുഅഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മന്ത്രി K രാജൻ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.